Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewellers, Kerala's biggest wholesale and manufacturing jewellers. വെട്ടം എന്ന സിനിമയിൽ ജയറാമേട്ടനുണ്ട്. ഞാൻ ആ വെട്ടം സമയത്ത് ഷൂട്ടിങ്ങിന് അവിടെ ഉണ്ടായിരുന്നു. ഒരേ സമയത്താണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. വെറുതെ ഒരു രസത്തിന് വേണ്ടി ഡ്രൈവ് ചെയ്ത് ജയറാമേട്ടനായിരുന്നു. ഫേസ് ഒന്നും വന്നിട്ടില്ല, കൈ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ജയിലിന്റെ പുറത്ത് ഒരു ചെക്കൻ വന്ന് നിന്നിട്ട് കുറെ നേരമായിട്ട് കിടന്ന് കറങ്ങുക. പോലീസുകാർ ചോദിച്ചാൽ എന്തൊക്കെയായിരുന്നു ചോദിച്ചു. പാർവതി ഒരു കത്ത് തന്നയച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വന്നാണ്. ഒരു സെക്കൻഡ് കൊണ്ട് മറ്റേ വയർലെസ്സിൽ ഒരു മിനിറ്റ് പുറത്തുനിന്ന് ഒരാളെ ഹലോ കേൾക്കാമോ, പാർവതി ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട് ഒരാൾക്ക്. അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ആ സെൻട്രൽ ജയിൽ മുഴുവൻ അത് അറിഞ്ഞു. ചോദിച്ചു എവിടെന്നാ മോനെ, ജോലി അന്വേഷിച്ച് പോയതാ പാർവതിയുടെ വീട്ടിൽ. ഇപ്പൊ പറഞ്ഞു ആദ്യം നീ കത്ത് കൊണ്ട് സെൻട്രൽ ജയിലിൽ കൊടുത്തിട്ട് പോവാ, എന്നാ നിനക്ക് ജോലി തരാന്ന് പറഞ്ഞു. ആ കത്ത് തുറന്ന് നമുക്ക് പറഞ്ഞു വായിക്കേ, എല്ലാരും കേൾക്കട്ടെ, കംപ്ലീറ്റ് വായിക്കുക. അങ്ങനെ കേരള പോലീസും ബാക്കിയുള്ള ആൾക്കാരും ക്രൂവും മൊത്തം കേൾക്കും, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ഞാൻ ഒരാളെ കാണിക്കാൻ പോവാണ്. മോൻ നമസ്കാരമുണ്ട്. താഴെയുള്ള രണ്ടാൾക്കാര് ജയറാമേട്ടനെ പാർവതി ചേച്ചിയുടെയും പ്രണയത്തിന് വേണ്ടിയിട്ട് കത്തുകൾ കൈമാറി. കത്ത് എഴുതിട്ട് അങ്ങോട്ട് അതെ പൊരിച്ചത് കിട്ടിയോന്ന് ചോദിക്കും, ഇങ്ങോട്ട് പപ്പടം കിട്ടിയോന്ന് ചോദിക്കും. അങ്ങനെ സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞാൽ മാറ്റി എവിടെയെങ്കിലും കൊണ്ടിരുത്തും. പിന്നെ ആകെ കൂടി വേറൊരു മാർഗം ഉണ്ടായിരുന്നത് കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് വേറെ ആൾ വഴിയൊക്കെ കൊടുത്തേക്കായിരുന്നു. അതും പിടിച്ചു. Behind Woods presents Mansinikare Jairam Fans Meet powered by Regal Jewellers, Kerala's biggest wholesale and manufacturing jewellers. ജയറാമേട്ടൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, പക്ഷേ അത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ പറയട്ടെ അത് ഏതാണ്. വെട്ടം എന്ന സിനിമയിൽ ജയറാമേട്ടനുണ്ട്. വെട്ടത്തിൽ ഞാനുണ്ട്. ആ, വെട്ടത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നത്. അത് ഓർമ്മയുണ്ടോ ജയറാമേട്ടന്? നിങ്ങൾ ആരെങ്കിലും ജയറാമേട്ടൻ വെട്ടം എന്ന സിനിമ ദിലീപേട്ട പടത്തിൽ കണ്ടിട്ടുണ്ടോ? പ്രിയദർശൻ സാറിന്റെ. അതിൽ കലാഭവൻ മണി എല്ലാരും കൂടി ഒരു വണ്ടിയിൽ പാസ് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് ജയറാമേട്ടനാണെന്നൊരു ചെറിയൊരു അഭ്യൂഹം നമുക്ക് ഇങ്ങനെ കിട്ടി. കൈ മാത്രമേ വന്നിട്ടുള്ളൂ സിനിമയില്. ഞാൻ ആ വെട്ടം സമയത്ത് ഷൂട്ടിങ്ങിന് അവിടെ ഉണ്ടായിരുന്നു. ആ, ഒരേ സമയത്താണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ പക്ഷെ അതിന്റെ ഭാഗം അവരുടെ കൂടെയൊക്കെ ഞാൻ, കാരണം അപ്പുറത്ത് എന്റെ വേറെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ദിലീപിന്റെ ഇപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ കാറിന്റെ സീറ്റിലിരുന്ന് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഡ്രൈവ് ചെയ്ത് ജയറാമേട്ടനായിരുന്നു. ഫേസ് ഒന്നും വന്നിട്ടില്ല, കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജയറാമേട്ട മനസ്സിനക്കരയിൽ ഇങ്ങനെ മാമുക്കോയ സാറിന്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒരാളെ കാണിക്കാൻ പോവാണ്. ആരാണെന്ന് ഇപ്പൊ പറയണം. ഓക്കെ, ലൈറ്റ്സ്. അയ്യോ നമുക്കെന്റെ മോൻ, അയ്യോ ഒളിഞ്ഞു പോകും. നമസ്കാരമുണ്ട്. നമസ്കാരം. ആദ്യം എന്നോട് പറയണ്ടെന്നൊക്കെ പറഞ്ഞു, കുറെ നോക്കിയിരിക്കാനൊക്കെ പറഞ്ഞ. ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. ഞാൻ വയനാട്ടിലെ താമസം അവിടെ. ഓ, അതായത് നമ്മുടെ മാമുക്കോയ സാറിന്റെ മകനാണ് അദ്ദേഹം. എനിക്ക് മൂത്ത ആളാണ് അല്ലേ സാർ? അതെ. 3 പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ സാർ? 3 പേരാണ്. 4 ആളുണ്ട്. 2 പെണ്ണും ഒരാണോ. ഓക്കെ. കഴിഞ്ഞാല് അല്ല, എനിക്ക് കുറച്ച് റിപ്പോർട്ട് കിട്ടിയായിരുന്നു. കാരണം താഴെയുള്ള 2 ആൾക്കാര് ജയറാമേട്ടനെ പാർവതി ചേച്ചിയുടെയും പ്രണയത്തിന് വേണ്ടിയിട്ട് കത്തുകൾ കൈമാറി. തുടങ്ങിയ സമയത്ത് ഒരു 10-15 കൊല്ലായില്ലേ. പിന്നെ കത്ത് എഴുതിട്ട് അങ്ങോട്ട് അതെ പൊരിച്ചത് കിട്ടിയോന്ന് ചോദിക്കും, ഇങ്ങോട്ട് പപ്പടം കിട്ടിയോന്ന് ചോദിക്കും. ലൊക്കേഷനിലുണ്ടാവും. കോഴിക്കോട് ഷൂട്ടിംഗ് ആണെങ്കിൽ അന്ന് ഞാൻ അവരെ കൊണ്ടെടുത്ത് ഞാൻ SLC പഠിക്കാന്ന്. അപ്പൊ അന്ന് അനിയനും അനിയത്തിയുണ്ട്. ഞാൻ അവിടെ കൊണ്ടെടുത്തൊക്കെ. അപ്പൊ ഞാനിങ്ങനെ കാണും. അത് ഫിലോമിന ചേച്ചിയൊക്കെ ഉണ്ട്. ഫിലോമിന ചേച്ചി, പപ്പുവേട്ടനുണ്ട്. വലിയ ടീം തന്നെ ഉണ്ടല്ലോ. അല്ല, ജയറാമേട്ടൻ കത്ത് എഴുതി പ്രാദേശിക വാർത്തകൾ ഷൂട്ടിംഗ് നടക്കുമ്പോ ജയറാമേട്ടൻ പാർവതി ചേച്ചിക്കുള്ള കത്ത് എഴുതി ആളുടെ കൊടുക്കും അല്ലേ? എന്റെ അടുത്തല്ല, അനിയന് അവിടെ 3-4 മക്കളുണ്ട്, ചെറിയ കുട്ടികള്. വയലിന്റെ പെങ്ങളുണ്ട്, അനിയനുണ്ട്, പിന്നെ കുവൈത്തിലുള്ള ഒരു എളാമന്റെ മോനുണ്ട്, വേറെ 2 ആ വിശാല് എന്ന് അങ്ങനെ നമ്മളെ ഒരു മിമിക്രി ചെയ്യണ പ്രസ്. മനസ്സിലായി. അതെ. ആ, അപ്പൊ ഹംസങ്ങളായിരുന്നു. മൊത്തം ഹംസമായിട്ട് ഇവരെയൊക്കെ മാറ്റിയില്ലേ എല്ലാരും. അന്ന് അങ്ങനെ സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞാൽ മാറ്റി എവിടെയെങ്കിലും കൊണ്ടിരുത്തും. അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ല, ആകെ കത്ത് മാത്രമേ ഉള്ളൂ. ആകെ കത്ത്. പിന്നെ ആകെ കൂടി വേറൊരു മാർഗം ഉണ്ടായിരുന്നത് കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് വേറെ ആൾ വഴിയൊക്കെ കൊടുത്തേക്കായിരുന്നു. അതും പിടിച്ചു. അത് പിന്നെ നടന്നില്ല. പിന്നെ നിങ്ങളോട് ചോദിക്കാനായിട്ട് എല്ലാരോടും, മമ്മൂക്കിനോട് ചോദിക്കാം, എല്ലാരും എന്താ ഇതിന്റെ രഹസ്യം, എത്ര കൊല്ലം നിങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു. ഞാൻ ഡയറ്റ് ഒക്കെ ചോദിച്ചിട്ടും പറയണില്ല. ഡയറ്റൊന്നും പറയണ്ട, എന്നാലും ഒരു ഭംഗി ഇങ്ങനെ നിക്കണം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേരി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്വഭാവമുണ്ട്, ഈ എളിമന്റെ അങ്ങേ തല, വിനയത്തിന്റെ അങ്ങേ അറ്റം. അതൊക്കെ എങ്ങനെയാ പറ്റാ? അങ്ങനെ ഒരാളോട്
ഒരു ഇഷ്യൂ കേട്ടില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ടില്ല, മോശമായിട്ടൊന്നും കേട്ടില്ല. അല്ല എനിക്ക് സാറിന് ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടനെ കാണുന്നത് ഇങ്ങനെ ഒരു ലൈം ലൈറ്റില്. അയ്യോ, അത്യാവശ്യം ഉണ്ട് കാണാൻ. എനിക്ക് ആദ്യം ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, എനിക്ക് ജയറാമേണ്ട ധൈര്യം സമ്മതിക്കണം കേട്ടോ. കുഞ്ഞു പിള്ളേരിൽ കത്ത് കൊടുത്തു വിടുമ്പോ അപ്പൊ ഇവര് തുറന്ന് വായിക്കോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കറക്റ്റ് ആയിട്ട് എത്തിക്കോ? ഒരുപാട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണോ? വേറെ ആർക്കെങ്കിലും? ഇതിനു മുമ്പ് ഇതേപോലെ കോഴിക്കോട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇനി വേറെ പല ജില്ലകളിലാണെങ്കിൽ വേറെ ആൾക്കാരെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അർത്ഥം എന്നൊരു സിനിമ സത്യനന്ദിക്കാണ്ട് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, മമ്മൂക്കയുണ്ട്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയമുണ്ട്, രാമൻ പാർവതി എന്തോ ഒരു റിലേഷൻ ഉണ്ടോ, അത് ഇത് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം അർത്ഥം സത്യനന്ദിക്കാടാണ്, വേണുനാഗുള്ളി എഴുതിയിട്ടുള്ള ശ്രീനിവാസനൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ജയിലിൻ്റെ പുറത്ത് ഒരു ചെക്കൻ വന്ന് നിന്നിട്ട് കുറേ നേരമായിട്ട് കിടന്ന് കറങ്ങുക. പോലീസുകാർ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. ജയറാമിനെ കാണാൻ വേണ്ടി വന്നാന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചു. പാർവതി ഒരു കത്ത് തന്നയച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വന്നാണ് ആ ബോധി കേട്ടവൻ അവിടെ പറഞ്ഞത്. അവിടെ പോലീസുകാരും ബാക്കിയല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് മറ്റേ വയർലെസ്സിൽ ഒരു മിനിറ്റ് പുറത്തുനിന്ന് ഒരാളെ ഹലോ ഹലോ കേൾക്കാമോ, പാർവതി ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട് ഒരാൾക്ക്, അങ്ങനെ അവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ആ സെൻട്രൽ ജയിൽ മുഴുവൻ അത് അറിഞ്ഞ് കംപ്ലീറ്റ്. ഒരുത്തൻ ഞാൻ അവനോട് ചോദിച്ചു, എവിടെന്നാ മോനെ? ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് പോയതാ നമ്മുടെ പാർവതിയുടെ വീട്ടിൽ. അപ്പോൾ പറഞ്ഞു, ആദ്യം നീ കത്ത് കൊണ്ട് സെൻട്രൽ ജയിലിൽ കൊടുത്തിട്ട് പോവാ, എന്നാ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞു ഒരു കത്തുമായിട്ട്. ആ കത്ത് തുറന്ന് മമ്മൂക്ക പറഞ്ഞു വായിക്ക്, എല്ലാവരും കേൾക്കട്ടെ, കംപ്ലീറ്റ് വായിക്ക്. അങ്ങനെ കംപ്ലീറ്റ് കേരള പോലീസും ബാക്കിയുള്ള ആൾക്കാരും ക്രൂവും മൊത്തം കേൾക്കും, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു. അല്ല, എന്നാലും മാമുക്കോയ സാർ വീട്ടിൽ ജയറാമേട്ടൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു കഥയോ മെമ്മറീസോ ഇൻസിഡന്റോ? പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞ വിനയത്തിന്റെ ഒക്കെ അങ്ങനെ സംസാരിക്കുമല്ലോ ഇങ്ങനെ ഇതിലൊക്കെ. ഇപ്പൊ കൂടുതൽ അങ്ങനെ സംസാരിക്കലൊക്കെ കുറവാ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയും, വിനയം കാര്യങ്ങളൊക്കെ പറയുമ്പോ വളഞ്ഞ് തിരിഞ്ഞ് സംസാരിച്ച് ഞാൻ കുറെ ചെറുതിലെ കാണുന്നോണ്ടുള്ള ഒരു അറിവുണ്ട്. ഈ കോഴിക്കോട് നിന്ന് സിനിമ മൊത്തത്തിൽ ഒരു എറണാകുളം ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ കോഴിക്കോട് പണ്ട് ഒരുപാട് ഷൂട്ടിങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും വിൽക്കുക. കാരണം ഈ ഒരു സ്ലാങ്ങിൽ സംസാരിക്കാനുള്ള ആൾക്കാർ നമുക്ക് ആരുമില്ല അല്ലേ? ഈ ഒരു ടിപ്പിക്കൽ കോഴിക്കോട്. നമുക്ക് പിന്നെ ഹരീഷ് ഉണ്ടായിരുന്നു, പിന്നെ കോഴിക്കോട് ആരാണ് അങ്ങനെ സംസാരിക്കുന്നത്? പപ്പുവേട്ടൻ. ഞാൻ പറഞ്ഞു ഇപ്പൊ അങ്ങനെ ആരുമില്ല, ആരുമില്ല, ഒറിജിനൽ ഇല്ല. ബാക്കിയൊക്കെ ഉണ്ടാക്കി മിമിക്രി പോലെ പറയുന്ന ആൾക്കാരാണ്. പപ്പുവേട്ടനിപ്പി മാത്രമേ ശരിക്കും ഒറിജിനലും അന്ന് ഒരേയുള്ളതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഹരീഷ് കണാരനായാലും ഒക്കെ ഒരു പറഞ്ഞ പോലെ തോന്നും. അതെ അതെ അതെ, അവരൊക്കെ കുറച്ച് റൂറൽ ആയിട്ട് ഉള്ളോട്ടാ. ഇത് അങ്ങനെ കല്ലായിന്റെ അങ്ങാടിന്റെ ഉള്ളിലല്ലേ. അതെ അതെ അതെ, ഒറിജിനൽ സ്വഭാവമൊക്കെ കാണാം. അല്ല, എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ജയറാമേട്ടന്റെ ഇതിന് വിളിച്ചപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഓടി എത്തിയതിന് ഈ പറഞ്ഞ മാമുക്കോയ സാറിന് ഞങ്ങളൊന്ന് ഓർക്കാണ് ബിഹൈൻഡ് വുഡ്സിന്റെ ഈ ഒരു ടൈമിൽ. താങ്ക് യു. ഇനി പപ്പുവേട്ടന് ഇനി വേറെ ഹിന്ദു ആയിട്ടുള്ള ആണെങ്കിലും ക്രിസ്ത്യൻ ആയിട്ടുള്ള കഥാപാത്രമാണെങ്കിലും എല്ലാം ആണെങ്കിലും പപ്പുവേട്ട ഒരു പെട്ടെന്ന് അത് വരുമ്പോ അറിയാണ്ടൊരു അള്ളാഹ് വരുമല്ലേ? പപ്പുവേട്ടന് വരും അത്. ക്ലിയർ ആയിട്ട് പപ്പുവേട്ടൻ പറയും. അത് പപ്പുവേട്ടന് വരും അത്. പപ്പുവേട്ടൻ ഇനി അമ്പലത്തിലെ തിരുമേനിയായിട്ട് അഭിനയിക്കുകയാണെങ്കിലും അറിയാതെ അത് ആ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു കലാകാരനാണ്. ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ. അല്ല, അത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ പപ്പുവേട്ടൻ ഒരു മുടി വെട്ടുന്ന ഒരു കട നടത്തുന്ന ആളായിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അപ്പ കട മൂടിയിട്ട് അവിടെ എല്ലാവരും ഉണ്ടല്ലോ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അതാണ്. അതിലും അറിയാതെ പപ്പുവേട്ടൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേത് എന്താ അള്ളാ വേഗം ഇതിവിടെ വെച്ചു, പുഷ്പാങ്കതൻ അങ്ങനെ കണ്ടാണ് മുടിവിട്ട പേര്. പക്ഷെ അത് വരും പപ്പുവേട്ടന്. ഉപ്പന്റെ അങ്ങനെ തന്നെ. അപ്പൊ ഹിന്ദുവായിട്ട് അഭിനയിച്ചാലും ഒറിജിനൽ സാധനം വേഗം വരും. അല്ല, ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ്. വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് ഇനി ഒരു വീഡിയോ ബൈറ്റ് ആണ് ജയറാമേട്ട, കണ്ടു നോക്കാം. ഹായ് ജയറാമേട്ട, നമസ്കാരം. ഷിഹാസാണ് അബുദാബിയിൽ നിന്ന്. ജയറാമേട്ടൻ്റെ ഒരു കട്ട ഫാനാണ് ഞാൻ. മാത്രമല്ല, ഒരുപാട് ജയറാമേട്ട ഫാൻസ് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ജയറാമേട്ട വരാൻ പോകുന്ന ഓസ്ലർ വളരെ നല്ലൊരു എന്റർടൈൻമെന്റ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ജയറാമേട്ട. താങ്ക് യു. Behind Woods presents Mansinikare Jairam Fans Meet, powered by Regal Jewelers, Kerala's biggest wholesale and manufacturing jewelers.